രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന് വെളിപ്പെടുത്തിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കും. പാർട്ടിയെ തിരുത്താനാണ് ഫണ്ട് വെട്ടിപ്പിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞതെന്ന് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. ഓഫീസ് നിർമ്മാണത്തിന്റെ കണക്ക് സമർപ്പിക്കാൻ വൈകിയതിനാലാണ് വീഴ്ച സംഭവിച്ചതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതിരോധം. ഇടവേളയ്ക്ക് ശേഷം രക്തസാക്ഷി ധനരാജിന്റെ പേരിലുള്ള ഫണ്ട് വെട്ടിപ്പ് വീണ്ടും പുറത്തെത്തുമ്പോൾ CPIM കടുത്ത പ്രതിരോധത്തിലാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനാണ്. ഇതാണ് CPIMനെ കുഴക്കുന്നത്. മൺമറഞ്ഞ നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ കൂടി ആരോപണത്തിലേക്ക് വലിച്ചിട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുഞ്ഞികൃഷ്ണന്റെ ആക്ഷേപങ്ങളെ വൈകാരികമായി പ്രതിരോധിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രമം. മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വിവാദത്തിലേക്ക് തള്ളിവിട്ട വെളിപ്പെടുത്തൽ നടത്തിയ വി കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിനിടയിൽ കണ്ണൂർ നേതാക്കളും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചേർന്നായിരിക്കും നടപടി തീരുമാനിക്കുക. അദ്ദേഹം ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, തെളിവ് ഹാജരാക്കാൻ വേണ്ടി തനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് കമ്മീഷന്റെ നിഗമനങ്ങളെ അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുണ്ട്. തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഫണ്ട് വെട്ടിപ്പ് തുറന്നു പറഞ്ഞതെന്നാണ് വി കുഞ്ഞികൃഷ്ണന്റെ വിശദീകരണം. തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് ബംഗാളിന്റെ അനുഭവം വന്നു ചേരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തെറ്റ് സംഭവിക്കുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് വിമർശനത്തിലൂടെ തിരുത്തിക്കുക എന്നുള്ളത് ഓരോ പാർട്ടി സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് തിരുത്താൻ സാധിക്കില്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ കേരളത്തിലും ഉണ്ടായേക്കാം. രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെന്ന വാദമുയർത്തിയും ഓഫീസ് നിർമ്മാണ കണക്കുകൾ സമർപ്പിക്കാൻ വൈകിയതിൽ മാത്രമാണ് ക്രമക്കേടെന്നും ചൂണ്ടിക്കാട്ടി വിവാദം അവസാനിപ്പിക്കാനാണ് CPIMന്റെ ശ്രമം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.